നമ്മൾ മലയാളികളാണ്, ദിവസവും ചോറും കറികളും കഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്ലേറ്റിൽ ചോറിനോടൊപ്പം വെക്കുന്ന കറികളെന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പമായിട്ട് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ആൻറ്റി ഏജിങ് മരുന്നുകൾ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ പോയി പച്ചക്കറികൾ വാങ്ങുമ്പോൾ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുള്ള പച്ചക്കറികൾ വാങ്ങുകയാണെങ്കിൽ 50 വയസ്സിലും നിങ്ങൾക്ക് ആരോഗ്യത്തോടെയും ചെറുപ്പത്തോടെയും ഇരിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 10 ഭക്ഷണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ യുവത്വത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല ഫേമാക്കി വെക്കാനായിട്ടും ഏജിങ് പ്രോസസ്സൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ടും സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 10 അഫോർഡബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൽ ആദ്യത്തേത് ചീരയാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. എല്ലാ മാർക്കറ്റുകളിലും ലഭ്യവുമാണ്. വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്നതാണ്. ചീരയിൽ അയൺ, വൈറ്റമിൻ എ, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും സ്കിൻ സാഗിങ് ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ചീര എവിടെ കണ്ടാലും വാങ്ങാൻ മറക്കരുത്. വീട്ടിൽ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ചീര വിത്തുകളൊക്കെ വാങ്ങി പാകി മുളപ്പിച്ചാൽ ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള അത്രയും ചീരയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ചീര ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്നതാണ്. ചെറുപ്പമായിട്ടിരിക്കാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ് ചീര. ഇനി രണ്ടാമത്തെ ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്, മധുരക്കിഴങ്ങാണ്. നിങ്ങൾ 50ലൊക്കെ എത്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു വെജിറ്റബിളാണിത്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പൊട്ടാസ്യം, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനായിട്ടും നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു വെജിറ്റബിൾ എല്ലായിടത്തും നമുക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇത് എവിടെ കണ്ടാലും നിങ്ങൾ വാങ്ങുക. ഇനി നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്ക് പോലും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. പിന്നെ ഇത് വലിയ വിലയൊന്നും കൊടുക്കേണ്ട വെജിറ്റബിളുമല്ല. സോ ഇനി മാർക്കറ്റിൽ പോകുമ്പോൾ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ മറക്കാതെ വാങ്ങുക. ഇനി അടുത്തൊരു വെജിറ്റബിൾ എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് വൈറ്റമിൻ എയുടെ ഒരു പവർ ഹൗസ് തന്നെയാണ്. ഇത് ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ വളരെയധികം നല്ലതായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. വില കുറഞ്ഞ ഒരു ആൻറ്റി ഏജിങ് ഫുഡാണിത്. ക്യാരറ്റിലുള്ള ബീറ്റാ കാരോട്ടിൻ സ്കിന്നിനെ അകത്ത് നിന്ന് ബ്രൈറ്റൻ ചെയ്യുന്നു. സോ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നാച്ചുറലി തിളങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്കിൻ ടൈറ്റനിങ്ങിനും സ്കിൻ സാഗിങ് കുറയ്ക്കാനായിട്ടും ഈ ഒരു ക്യാരറ്റ് വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ഓരോ ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക. അത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എപ്പോൾ മാർക്കറ്റിൽ പോയാലും ഈ ഒരു പച്ചക്കറി വാങ്ങാനായിട്ട് മറന്നു പോകരുത്. അടുത്തത് ടൊമാറ്റോ ആണ്, തക്കാളിയാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ, വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ ടൊമാറ്റോയിലെ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് ഇൻഫ്ലമേഷൻസ് കുറച്ച് സ്കിൻ നല്ല ബ്രൈറ്റ് ആകാനും സ്മൂത്ത് ആകാനും ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് നൽകാനായിട്ടും സഹായിക്കുന്നതാണ്. പിന്നെ സ്കിൻ ഈവൻ ടോൺ ആവാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മുടെ ഒരു മീൽസിൽ ഈ ഒരു ടൊമാറ്റോ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബോഡിക്കും സ്കിന്നിനും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അടുത്തത് ബീട്രൂട്ടാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണിത്. എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും ലഭിക്കുന്ന ഒന്നാണ്. എന്നാൽ വളരെയധികം ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിൾ കൂടിയാണിത്. ഇത് കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും നമുക്കൊരു യൂത്ത്ഫുൾനെസ് തരുവാനായിട്ടും അതേപോലെ തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആക്കി നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട്. നമുക്കറിയാം ബീട്രൂട്ട് ഫേസ് പാക്കൊക്കെ വളരെയധികം നല്ലതാണ്. അത് പുറമേ അപ്ലൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എന്നാൽ അതിനേക്കാൾ നല്ലതാണ് അത് ഉള്ളിലേക്ക് കഴിക്കുന്നതും. 50കളിൽ ഫേസിൽ ഉണ്ടാകുന്ന ഒരു ഡൾനെസ്, ടയേർഡ് ലുക്ക് ഇതൊക്കെ മാറ്റി മുഖം നല്ല ഫേം ആക്കി നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നതാണ്.
അതുകൊണ്ട് തന്നെ തോരനായിട്ടും മെഴുക്കുപുരട്ടിയായിട്ടും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. ഇനി അടുത്തൊരു വെജിറ്റബിൾ എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ യങ്ങായിട്ടും ഹെൽത്തി ആയിട്ടും നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ സ്കിന്നിന് ഒരു നാച്ചുറലി ആൻറ്റി ഏജിങ് സപ്പോർട്ട് നൽകുന്ന ഘടകങ്ങളാണ്. വൈറ്റമിൻ സി കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സ്കിന്നിൻ്റെ ഫേംനെസ് കൂട്ടി ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ചോറിനൊപ്പം വെണ്ടയ്ക്ക തോരനായിട്ടും മെഴുക്കുപുരട്ടിയായിട്ടും തീയലായിട്ടുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ സ്കിന്ന് നല്ല യങ്ങായിട്ടും ഹെൽത്തി ആയിട്ടും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, കാൽസ്യം, പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമായിട്ട് നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിലെ ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ സി കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് നമ്മുടെ സ്കിൻ നല്ല ഫേം ആക്കുകയും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കുകയും നമ്മുടെ സ്കിൻ നല്ല ടൈറ്റ് ആക്കുകയും ചെയ്യുന്നതാണ്. സോ മുരിങ്ങയില എവിടെ കണ്ടാലും വാങ്ങുക. അത് നിങ്ങളുടെ സ്കിന്നിനെ യങ്ങായിട്ടും ഹെൽത്തി ആയിട്ടും നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി അടുത്തത് ബീൻസ് ആണ്. വളരെ വിലക്കുറവുള്ള ഒരു വെജിറ്റബിളാണ് ബീൻസ്. കിലോയ്ക്ക് എന്തോ 20-30 രൂപ എന്തേ വിലയുള്ളൂ. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം വിലയുള്ളതാണ്. ബീൻസിൽ അടങ്ങിയിരിക്കുന്ന പ്ലാന്റ് പ്രോട്ടീൻ, വൈറ്റമിൻ സി എന്നിവ നമ്മുടെ സ്കിന്ന് വളരെ ചെറുപ്പമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇത് കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് സ്കിൻ നല്ല ഫേമാക്കി ടൈറ്റ് ലുക്ക് നൽകുകയും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് സ്ഥിരമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ സ്കിൻ നാച്ചുറലി ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് തോന്നുന്നതാണ്. സോ ബീൻസ് നമ്മുടെ ചോറിനൊപ്പം മെഴുക്കുവരട്ടിയായിട്ടും തോരനായിട്ടും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ സാഗിങ് കുറയ്ക്കുകയും ഓവറോൾ ബോഡി ഹെൽത്തി ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ബീൻസ് വാങ്ങുമ്പോൾ കുറച്ച് അധികമായിട്ട് വാങ്ങിക്കോളൂ. ഇനി അടുത്തത് നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ സി, പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ് എന്നിവ സ്കിന്നിൻ്റെ ഏജിംഗ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ സി കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സ്കിൻ നല്ല ഫേം ആക്കുകയും ടൈറ്റ് ആക്കുകയും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. സോ ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമായിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. അതുകൊണ്ട് നിങ്ങളത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ അച്ചാറായിട്ടോ അല്ലെങ്കിൽ ഉപ്പിലിട്ടോ അതുമല്ലെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒന്നാണ് പപ്പായ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണിത്. പലരുടെയും വീട്ടിലും ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഏജിങ് പ്രോസസ്സിനെയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ പപ്പായ. ഇത് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റായും ഗ്ലോയിങ് ആയിട്ടും ഒരു യൂത്ത്ഫുൾനെസ് നിലനിർത്താനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പപ്പായ. അപ്പോൾ ഇതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. വലിയ വിലയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് നമുക്കെല്ലാം വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് പലതും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇങ്ങായി നിലനിർത്താൻ കഴിക്കുന്ന ഭക്ഷണത്തിനും വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.